ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ വീഡിയോ എന്നല്ല, ഇന്ന് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണത്തിൻ്റെ വിശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഈ വർഷത്തെ ഓണം ഞങ്ങൾ ഇവിടെ കൊലശേഖരത്ത് കന്യാകുമാരിയിലല്ല ആഘോഷിച്ചത്, പകരം ചേട്ടൻ്റെ വീട്ടിലാണ്. പത്തനംതിട്ടയിൽ ഞങ്ങൾ പോയി 2-3 വർഷമായി കേട്ടോ അങ്ങോട്ട് പോയിട്ട്, പ്രത്യേകിച്ച് ഓണത്തിന് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ പ്രാവശ്യം അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ കുഞ്ഞിന് 2 ദിവസം സ്കൂളിലും കട്ടടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് ഈ പ്രാവശ്യത്തെ യാത്ര. അവരോട് പറയാതെയാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ ഞങ്ങൾ അവസാനം സർപ്രൈസ് പൊട്ടിക്കേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ മലയാലപ്പുഴയിലാണ് ചേട്ടൻ്റെ വീട്. അങ്ങോട്ട് പോകുന്ന വണ്ടി എപ്പോഴാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പത്തനംതിട്ടയിൽ ചെന്നിട്ട് വിളിച്ച് ചോദിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും അറിഞ്ഞു. എന്തായാലും ഞങ്ങൾ എത്തി നിപ്പുണ്ട്. അവർ എന്തായാലും സർപ്രൈസ് തന്നെയാണ്. ഒരു അരമണിക്കൂർ മുമ്പാണ് അവരറിഞ്ഞത്. അങ്ങനെ അമ്മ അടുക്കളയിലൊക്കെ തിരക്കാണെന്ന് തോന്നുന്നു. അമ്മയെ ഇറങ്ങി വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി കൊച്ചുമോനെ കണ്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ അമ്മയെ കൊണ്ടാവത്തില്ലെങ്കിലും കുഞ്ഞിനെ എടുത്ത് വെച്ചേക്കുകയാണ്. ഞങ്ങൾ വെളുപ്പിന് 4 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 12 മണിയായി. ചോറുണ്ടേണ്ട സമയമായി. ശരിക്കും പറഞ്ഞു അമ്മയും അച്ഛനും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും കരുതിയിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ അമ്മ വേഗം കുറച്ച് ചേനയും ചേമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അത് പുഴുക്കുണ്ടാക്കാൻ പറഞ്ഞു. ചേട്ടന് പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുഴുക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചു. എന്നിട്ട് 2-3 മണിയായപ്പോഴത്തേക്ക് അമ്മ ചോറും കറികളും ഒക്കെ റെഡിയാക്കി. അങ്ങനെ അന്നത്തെ ദിവസം പോയി കിട്ടി. അടുത്ത പിറ്റേ ദിവസമാണ് ഓണം. ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി എല്ലാവരും പൂ പറിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞാനിവിടെ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചു. അമ്മയും മോനും കൂടെ അപ്പുറത്തെ ഉഷാമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് പൂവൊക്കെ പറിച്ച് ഞാനിവിടെ അത്തപ്പൂക്കള ഇടുവാണേ. കടയിൽ നിന്നൊക്കെ പോയി പൂവൊക്കെ മേടിച്ച് നമ്മൾ മുറ്റത്ത് അത്തപ്പൂക്കള ഇടുന്നതിനെക്കാട്ടിൽ എന്ത് സന്തോഷമാണെന്നറിയാമോ. നമ്മൾ തന്നെ പൂക്കൾ ഇതുപോലെ കിട്ടുന്ന പൂക്കൾ, നാട്ടുപൂക്കളും അതും ഇതുമൊക്കെ കാട്ടിൽ കിടക്കുന്നതും വഴിയോരത്തുള്ളതും എല്ലാ പൂക്കളും പറിച്ച് നമ്മുടെ മുറ്റത്ത് ഒരു ചെറിയ പൂക്കൾ ഇടുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ സന്തോഷമാണ് നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ പൂക്കൾ പറിച്ചിടുന്നത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ മാത്രം വെച്ച് ഞാനൊരു അത്തപ്പൂ തട്ടി കൂട്ടിയിട്ടുണ്ട്. പിന്നെ സദ്യ ഇല്ലാത്ത എന്തോണം അല്ലേ. അങ്ങനെ ഞങ്ങൾ സദ്യ ഒരുക്കി. ഞങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെയാണ് എല്ലാം ഒരുക്കിയത്. അമ്മ വെളുപ്പിനെ എണീറ്റ് എല്ലാ പച്ചക്കറികളും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്തപ്പൂ ഇടുന്ന നേരം കൊണ്ട് എങ്ങനെയെന്നറിയത്തില്ല ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പിന്നെ മോര് കറി, സാമ്പാർ, പരിപ്പ് കറി, പപ്പടം, പിന്നെ അച്ചാറുകളൊക്കെ തലേദിവസം അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിപ്പുളി, അങ്ങനെ തുടങ്ങി എല്ലാം അമ്മ റെഡിയാക്കി. 10:30 ആയപ്പോഴത്തേക്ക് സദ്യ ഫുള്ള് റെഡിയായി, പായസം ഉൾപ്പെടെ കേട്ടോ. പായസം എന്ന് പറഞ്ഞാൽ അമ്മ അടപ്രഥമൻ വെക്കാനാണ് കരുതിയിരുന്നത്. പക്ഷേ മോന് വെള്ളപ്പായസം മതിയെന്ന് അവൻ പറഞ്ഞു, അതായത് പാൽപ്പായസം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം സേമിയയാണ് വെച്ചത്. അങ്ങനെ അവസാനം വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് പരമ്പരാഗത രീതിയിൽ നമ്മൾ സദ്യ ഉണ്ണാൻ പോവുകയാണ് കേട്ടോ. അതായത് തറയിലിരുന്ന് തന്നെ സദ്യ കഴിക്കാമെന്ന് വെച്ചു. വാഴയിലെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായ ഒരു രീതിയിൽ വിളമ്പുന്നതിനൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, ഏതാദ്യം വെക്കണം, ഏത് രണ്ടാമത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കഴിക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷേ ഇതൊന്നും വിളമ്പാനൊന്നും അറിയത്തില്ല. എന്തായാലും അമ്മയും ചേട്ടനും കൂടെ ചേർന്ന് എല്ലാം കൃത്യമായിട്ട് വിളമ്പി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ വിളമ്പി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു സദ്യയ്ക്ക് തീർച്ചയായിട്ടും നെയ്യ് വിളമ്പണമെന്ന്. അങ്ങനെ അവസാനം അച്ഛന് ചേട്ടൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയും ഇരുന്ന് ഉണ്ണാനായിട്ട്. ഇനി ചേട്ടൻ ഇരിക്കാൻ പോവാണ്. അവസാനം ഞാനും കൂടെ ഒന്നിരുന്നോട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഓണത്തിന് നാട്ടിലൊക്കെ പോയവരുണ്ടോ, അതോ വീട്ടിൽ തന്നെ ആയിരുന്നോ, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാ വിഭവങ്ങളും കൂട്ടി നന്നായിട്ട് സദ്യ കഴിച്ചു. അവസാനം പായസം വിളമ്പുക കേട്ടോ. പായസം ഇച്ചിരി ലൂസായി പോയി. കുറേ കഴിഞ്ഞപ്പോൾ, അതായത് തണുത്ത് കഴിഞ്ഞപ്പം ഇത് ഇച്ചിരി കട്ടിയാവുകയും ചെയ്തു. എന്തായാലും കുഞ്ഞിന് മാത്രമേ ഇലയിൽ വിളമ്പിയുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ ഗ്ലാസ്സിലാണ് പായസം കുടിച്ചത്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ 2 അനിയന്മാരുണ്ട്. അച്ഛന് മധുക്കൊച്ചനും പിന്നെ ചിത്തൻ കൊച്ചനും, അവരൊക്കെ ഞങ്ങളുടെ വീട്ടിലോട്ടും വന്നായിരുന്നു ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളും അവരുടെ വീടുകളിലെല്ലാം പോയി. അവിടെയും പോയി ചായയൊക്കെ കുടിച്ച് അവിടെ കുഞ്ഞമ്മമാരുണ്ടാക്കി വെച്ചിരുന്ന സ്നാക്സും ഒക്കെ കഴിച്ച് കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയത്. ഇതിനിടയ്ക്ക് ചേട്ടൻ്റെ പെങ്ങൾ ആശ ചേച്ചിയും അളിയനും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ. കുഞ്ഞിന് കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഓണം. പിന്നെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ 6-7 പൂച്ചകളെ കണ്ടാൽ പിന്നെ അജോമോനെ പിടിച്ച് കെട്ടാൻ പറ്റത്തില്ല. അവന് അത്രയ്ക്ക് ഇഷ്ടമുള്ളതാണ് പൂച്ചകളെ. അങ്ങനെ അത്രയും നേരം അവരെ പിടിക്കുകയും അവരെ താലോലിക്കുകയും എടുത്തു വെക്കുകയും ഫോട്ടോ എടുക്കുകയും
ആയിരുന്നു അവന് തിരിച്ചു പോരാ മനസ്സില്ല. അവിടുന്ന് ഒരു പൂച്ച കുഞ്ഞിനെ തരാവോ, കൊണ്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നു. അടുത്തെങ്ങാണമായിരുന്നെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും അവൻ 2 പൂച്ച കുഞ്ഞിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേനെ. അങ്ങനെ ഓണത്തിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴുണ്ടല്ലോ എന്തോ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞു പറഞ്ഞു എനിക്ക് ബെറോട്ട നല്ല ഇഷ്ടമാണ്. ഉടനെ തന്നെ ആശ ചേച്ചി ബെറോട്ടയ്ക്ക് മാവൊക്കെ മേടിച്ചിട്ട് അത് അടിക്കാൻ എക്സ്പേർട്ടാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് വീട്ടിൽ പോകുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ബെറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ ഉടനെ തന്നെ ദാണ്ട് ആശ ചേച്ചി ബെറോട്ട അടിക്കുക കേട്ടോ. ആശ ചേച്ചിയെ കെട്ടിച്ച് വിട്ടേക്കുന്നത് ചിറ്റാറിലാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ മോഹനൻ ചേട്ടൻ കൊണ്ടുവിട്ടിട്ട് വൈകുന്നേരം തന്നെ മോഹനൻ ചേട്ടൻ അങ്ങ് തിരിച്ചു പോയി. ആശ ചേച്ചി ഇന്നൊരു ദിവസം ഇവിടെ നിന്നു. ആശ ചേച്ചിയുടെ മോൻ ആശയ്ക്ക് ബാംഗ്ലൂരിൽ പഠിക്കുമോ, പക്ഷേ അവൻ ഇപ്രാവശ്യം ലീവ് ഒന്നും കിട്ടിയില്ല ഓണത്തിന്. ഇനിയിപ്പം കുറച്ച് ദിവസം 1 മാസം കൂടെ കഴിയുമ്പോഴെങ്ങാണ്ട് അവൻ വരും 10 ദിവസത്തെ ലീവിന്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ബൊറോട്ടയും അടിപൊളി ബൊറോട്ടയായിരുന്നു കേട്ടോ. ബൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. പിന്നെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ പറമ്പിൽ കുറേ ഇഞ്ചിയൊക്കെ നട്ടുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പരുവായില്ലെങ്കിൽ ഈ ഇടയ്ക്കെങ്ങാണ്ട് നട്ടതേ ഉള്ളൂ, ഇഞ്ചി ആയി തുടങ്ങിയില്ല. എന്നാലും അമ്മയ്ക്ക് ഒരു നിർബന്ധം, കുറച്ച് ഇഞ്ചി കൊണ്ടുപോകാൻ, നിങ്ങൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, വിൽക്കാനല്ലേ, കടയിൽ നിന്നല്ലേ മേടിക്കുന്ന ഇഞ്ചിയൊക്കെ ഇവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടെ ഞങ്ങൾ ഇവിടെ ഇഞ്ചി പറിക്കാൻ വന്നു. ഇഞ്ചി ഇങ്ങനെ കുറേ ചേട്ടൻ നോക്കി, പക്ഷേ ഒന്നിനകത്തും ഇല്ല, തീരെ ചെറുതായിട്ട് ഇപ്പം വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും കുറച്ച് 1 കിലോയ്ക്ക് അടുപ്പിച്ച് ഞങ്ങൾ ഇഞ്ചി പറിച്ചു. ബാക്കി അതിൻ്റെ മൂട് അതേ തന്നെ അങ്ങ് നട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലം വരുമ്പോഴത്തേക്ക് കുറേ ഇഞ്ചിയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ഞായറാഴ്ച ഉച്ചയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ട്രെയിനിന് ചെങ്ങന്നൂരിൽ നിന്ന് കന്യാകുമാരി എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. കാരണം ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരും പിന്നെ കുറേ അയ്യപ്പന്മാരും എല്ലാവരും കൂടെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് രാത്രി 9:30 ആയപ്പോൾ വീട്ടിലെത്തി. ഇത്രയൊക്കെയുള്ളൂ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.